മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിസിനസ് ആകർഷിക്കാൻ നടത്തിയ വിദേശ യാത്രകൾ 25. ലക്ഷ്യം സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുക, അതുവഴി വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ ഒപ്പിട്ട ധാരണാപത്രങ്ങളും 0. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി നടത്തിയ യാത്രകളുടെ ഫലമായി കേരളത്തിന് ലഭിച്ച നേട്ടമെന്താണ്? യാത്രകൾ വഴി കോടാനുകോടി വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ പിണറായി വിജയൻ നടത്തിയ സന്ദർശനങ്ങളുടെ ഫലമായി എത്ര നിക്ഷേപം കേരളത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ വ്യവസായ വകുപ്പ് കൈമലർത്തും. (2016 മുതൽ 2025 വരെ UAE, USA, ജപ്പാൻ, സൗത്ത് കൊറിയ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലാൻഡ്സ് തുടങ്ങിയ 25ഓളം രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങൾക്കുള്ള പ്രോത്സാഹന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സർക്കാരും വ്യാവസായിക മേഖലയും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുകയും ചെയ്യുന്ന നോഡൽ ഏജൻസിയായ KSIDCക്ക് പോലും മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളെക്കുറിച്ചുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല. ഓരോ വിദേശ യാത്രയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പടച്ചുവിട്ടത് നട്ടാൽ കുരുക്കാത്ത നുണകളാണ്. നോർവേയിലെ സന്ദർശനത്തിനു ശേഷം ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഓട്ട്ല ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ്സിന്റെ 150 കോടി നിക്ഷേപം കൊണ്ടുവരുമെന്ന് അവകാശപ്പെട്ടെങ്കിലും 1 രൂപ പോലും കേരളത്തിലേക്ക് എത്തിയില്ല എന്നതാണ് വാസ്തവം. 2022 ഇംഗ്ലണ്ട് സന്ദർശനത്തിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ കോടികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുമെന്ന നുണയും പാളി. ജാപ്പനീസ് കമ്പനിയായ നിറ്റ ജലാറ്റിൻ 200 കോടിയുടെ നിക്ഷേപം നടത്തുമെന്നതും മറ്റൊരു മോഹന വാഗ്ദാനമായി ഒതുങ്ങി. ജപ്പാൻ സന്ദർശനത്തിനായി വൻ സംഘത്തെ തന്നെ കൊണ്ടുപോവുകയും സംഘാംഗങ്ങൾക്ക് പ്രതിദിന ചെലവിനായി $100 പോക്കറ്റ് മണിയായി നൽകി യാത്രകളെ സർക്കാർ സ്പോൺസേഡ് ഫാമിലി ട്രിപ്പുകളാക്കി മാറ്റുകയായിരുന്നു ഈ ഗവൺമെന്റ്. രക്തബാഗുകളുടെ നിർമ്മാണത്തിനായി ടെറുമോ കോർപ്പറേഷൻ എന്ന കമ്പനി 105 കോടി രൂപ നിക്ഷേപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചും ഒരു വിവരവുമില്ല. ദുബായിൽ നടന്ന നിക്ഷേപ സംഗമത്തിന് ശേഷം 170 കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തുണ്ടായതായും മുഖ്യമന്ത്രി നിയമസഭയിലും പത്രസമ്മേളനത്തിലും പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോയാൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവും. 2018 മുതൽ 2023 ജൂലൈ വരെയുള്ള മുഖ്യമന്ത്രിയുടെ യാത്രാ ചിലവുകൾ നികത്താൻ 3.56 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചു. പക്ഷേ വിദേശ യാത്രകളിൽ ചെലവായ യഥാർത്ഥ തുകയും അതുവഴി സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക നേട്ടങ്ങളും ഇതുവരെയും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. നവകേരളം കെട്ടിപ്പടുക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും എന്ന വ്യാജേന മുഖ്യമന്ത്രിയും സർക്കാരും നടത്തുന്ന ഈ തീവെട്ടിക്കൊള്ള ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും.